നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ അവിട്ടം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് ചതയ നക്ഷത്രക്കാരുടെ വിഷുഫലവുമായി മുന്നോട്ട് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. അതോടൊപ്പം എൻ്റെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറയാം. ചതയ നക്ഷത്രക്കാർക്ക് ദേവത മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങൾ ലഭിക്കുന്ന വർഷമായിട്ട് പറയണം. എന്നാൽ ചതയ നക്ഷത്രക്കാർക്ക് വിഷുഫലമായി അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയതുകൊണ്ടും പക്ഷി മൃഗാദികളെ കൊണ്ടുമൊക്കെ ശരീരത്തിൽ മുറിവ്, ചതവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ രോഗാരിഷ്ടതകൾ ഉണ്ടായേക്കാം, ആപത്തുകളും ഉണ്ടായേക്കാം. അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കുക. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് പരിശോധിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ വഴി ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങളും ഉണ്ടാകാം. ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കാൻ സാഹചര്യം ഉണ്ടായേക്കാം. തൊഴിലിനായിട്ട് പരിശ്രമിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് അതിൽ ഭാഗികമായി വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സ്വന്തം പ്രവർത്തനങ്ങളുടെ ദോഷഫലങ്ങൾ മൂലം അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. കരുതലെടുക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും പൊതുവെ വരുന്ന ഒരു വിഷു വർഷത്തിലും ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മുൻകോപമൊക്കെ ഉള്ളവർ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കരുതലെടുക്കുക. വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാതാവിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വൈദ്യ സന്ദർശനം ആവശ്യമായി വരേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പല വിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ ഒന്ന് ശമനമായി തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. യാത്രകളൊക്കെ ആവശ്യമായി വരുന്ന സമയമാണ്. സഹോദര സ്ഥാനീയർ മൂലം മനക്ലേശത്തിന് സാഹചര്യവും ഉണ്ടായേക്കാം. പ്രേമവിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതിന് വീട്ടുകാരിൽ നിന്നുമൊക്കെ അനുകൂല സഹായങ്ങൾ ലഭിക്കുന്നതാണ്. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. ചതയ നക്ഷത്രക്കാർക്ക് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകും. അതിലൊക്കെ പങ്കെടുത്ത് മനസ്സിനെ സ്വസ്ഥമാക്കാനും സന്തോഷത്തോടുകൂടി നിർത്താനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്ന ഒരു വിഷു വർഷത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം എൻ്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ദിവസം നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.